ഞാൻ പെരുന്നാളെന്ന് അറിഞ്ഞപ്പോൾ തന്നെ വേഗം പോയിട്ട് ഡെസേർട്ട് ഉണ്ടാക്കാനാണ്. എനിക്കടെ ഭയങ്കര ഇഷ്ടമാണ് മധുരമുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ വേഗം പോയിട്ട് അത് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാട്ടോ, പക്ഷേ നല്ല ടേസ്റ്റുണ്ട്, അടിപൊളി ടേസ്റ്റാണ്. ഞാൻ തന്നെ അത് ഏകദേശം ഫുള്ള് ഞാൻ തന്നെ അത് നിർത്തത്. പിന്നെ ഞാൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ വേഗം റെഡിയാക്കി വെച്ചു, കാരണം പിന്നെ ടൈം കിട്ടൂല. അപ്പോൾ അതിൻ്റെ അടുത്തിൽ സിയൻ്റെ ഉറക്കും ഏകദേശമൊക്കെ കഴിഞ്ഞ് ഓള് വേണ്ടിയിട്ട് പിന്നെ നേരെ പോയി ഓള് ചോക്ലേറ്റ് മക്ക. ഞാൻ പിന്നെ കരണ്ടല്ലോ വിചാരിച്ച് വേഗം എടുത്തും കൊടുത്ത്, ഇനിയിപ്പോൾ കരഞ്ഞിതാക്കണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ ഓള് ഷോക്സ് ഇപ്പോൾ ഒരു ഷോക്സ് ഇട്ടാൽ എന്താ വെച്ചാൽ ഓക്ക് ഷോക്സ് കണ്ട് അപ്പം അതിടണം, അപ്പോൾ എവിടെ നിന്നാണെങ്കിലും. അപ്പോൾ ഒരു ഷോക്സാണ് കണ്ടത്, അപ്പോൾ അത് നേരെ എടുത്തിട്ടതാണ്. പിന്നെ ലാപ്ടോപ്പ് ഞാൻ പറഞ്ഞു ഞാൻ ബായി പോവുകയാണെന്ന് പറയുമ്പോൾ വേഗം പോയിട്ട് ലാപ്ടോപ്പൊക്കെ പൂട്ടി. അല്ലെങ്കിൽ പിന്നെ പൂട്ടൊന്നുമില്ല. ഓളമ്മ ഏകദേശം കയറി നിന്ന് തീരുമാനമൊക്കെയാണ്. ലാപ്ടോപ്പൊക്കെ 2 സ്ക്രീനൊക്കെ അതിന് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഞാൻ സ്റ്റെൻസിൽ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നു ഓക്ക് ഇട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ട്. പക്ഷേ ഓക്ക് എന്തോ ഭയങ്കര പേടി, കാരണം ഒക്കെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുമില്ല ഞാൻ വല്ലാണ്ട് മെഹന്തി ഒന്നും. അതുകൊണ്ട് വേഗം തന്നെ നമ്മൾ കൈ കളഞ്ഞു. അതുകൊണ്ട് വല്ലാണ്ട് ചുണ്ട് ചുവപ്പ് കളറായില്ല. പിന്നെ സാധനം വാങ്ങിക്കണേന് ഉണ്ടാക്കാൻ നോക്കുമ്പോഴാണ് കുറേ എന്തൊക്കെ ഇല്ലാത്ത അറിഞ്ഞത്. അപ്പോൾ പിന്നെ അപ്പം വെച്ചിട്ട് വേഗം പോയി വാങ്ങിച്ചുകൊണ്ടത്. പിന്നെ പാക്കിങ്ങൊക്കെ വേഗം ഏകദേശം അങ്ങോട്ട് തീർത്ത് വെച്ച് ലാസ്റ്റുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് പിന്നെ ലാസ്റ്റ് വെക്കാന്നുള്ളൊരു മൈൻഡിൽ ബാക്കിയുള്ളതൊക്കെ വേഗം റെഡിയാക്കി വെച്ച്. കാരണം ആ ഒരു ടൈമൊക്കെ നോക്കാനും ടൈം കിട്ടില്ലല്ലോ. പിന്നെ പെരുന്നാളിൻ്റെ പിറ്റേന്നാണ് നമ്മൾ പോകുന്നത് ആ ഒരു ടൈം. അപ്പോൾ പിന്നെ തീരെ ടൈം കിട്ടില്ല. ഇതിപ്പോൾ പുതിയ പഠിച്ചൊരു എക്സ്പ്രഷനാണ്. അപ്പോൾ എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത എന്തേ പറഞ്ഞാലും ഈ ഒരു എക്സ്പ്രഷനാണ്. അതുകൊണ്ട് നമ്മൾ കുടുങ്ങി. പിന്നെ ഞാൻ രാവിലെ വേഗം എണീറ്റ് ബിരിയാണീൻ്റെ കാര്യങ്ങളൊക്കെ വേഗം റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ എല്ലാം റെഡിയാക്കിയിട്ട് വേഗം പോയി, ലേറ്റ് ആവണ്ടല്ലോ വിചാരിച്ചിട്ട്. എന്നിട്ട് നമ്മൾ നേരെ പോയി അങ്ങനെ പറഞ്ഞല്ലോ കസിൻ്റെ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്കുള്ള. അപ്പോൾ പിന്നെ വേറെ റിലേറ്റീവും ഉണ്ട്, അപ്പോൾ ഓരും അവിടേക്ക് വരാമെന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ സിയെ കാരണം ഉറങ്ങിപ്പോയി, കാരണം അവൾക്ക് ഫുള്ളായിട്ടില്ലല്ലോ. അപ്പോൾ ഓൾക്കൊരു ഉഷാറുമില്ലേനി. അപ്പോൾ ഓളങ്ങനെ ഉറങ്ങിപ്പോയി. പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് ഓളൊന്ന് ഓണായത്. എത്തി കുറച്ചങ്ങോട്ട് ഒക്കെ കഴിയണം, നല്ല ഓളിങ്ങനെ ഉഷാറാവുള്ളൂ. പിന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടന്ന് ഓളൊരു ആ ഒരു ലെവലിൽ അങ്ങോട്ട് എത്തി ഉഷാറായി കുറച്ച് കഴിഞ്ഞപ്പോൾ. പിന്നെ ഓൾ ടിഷ്യൂ ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ ഒക്കെ ഇഷ്ടമാണ് ടിഷ്യൂ വലിച്ചിടാൻ. ടിഷ്യൂ ഇങ്ങനെ ഓരോന്ന് പുറത്ത്. ഞാൻ ഒരു ദിവസം നോക്കിയപ്പോൾ ഫുള്ള് പുറത്ത് കിട്ടണേ എല്ലാ ടിഷ്യൂ. അങ്ങനെ അവൾ മുമ്പ് ടിഷ്യൂ വെക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ ബാഗിൽ നിന്ന് എല്ലാ സാധനവും പുറത്തേക്ക് ഇടാം. അങ്ങനെയൊക്കെ ഓക്കുള്ള ഫുഡ് പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നു. ഇപ്പോൾ അഥവാ കഴിച്ചില്ലെങ്കിൽ വിചാരിച്ചിട്ട്, കാരണം രാവിലെ എണീറ്റ് വന്നതല്ലേ. പിന്നെ ഓരൊക്കെ വരുന്ന ഒരു ടൈം ആവണ വരെ നമ്മളിങ്ങനെ അവിടെ നിൽക്കാം. അപ്പം ഞാനും സീൻ കൂടെ ജസ്റ്റ് പുറത്തിറങ്ങി ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി. ഒക്കെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് സൂപ്പർ മാർക്കറ്റ് പോകുന്നതൊക്കെ. ഇവിടെ എത്തിയതിൻ്റെ ശേഷം ഇതായതാട്ടോ. കാരണം നമ്മളിങ്ങനെ ഇവിടെ നിന്ന് അധികം സാധനം വാങ്ങിക്കാൻ പോകുമല്ലേ. അപ്പോൾ ഓളോ ഇഷ്ടത്തിന് ഓരോ സാധനങ്ങൾ വലിച്ചിടും. നമ്മളിങ്ങനെ എടുക്കണ കണ്ടിട്ടാണ് തോന്നുന്നുണ്ട് ഓളത് പഠിച്ചതാണ്. എന്നിട്ട് ഓരോ ചോക്ലേറ്റൊക്കെ എടുത്തിടുക. എന്നിട്ട് നമ്മൾ ബില്ലാക്കണ കൗണ്ടർ പോകുമ്പോൾ അവിടെ സൈഡിലുണ്ടാവില്ല ചോക്ലേറ്റൊക്കെ. എന്നിട്ട് അതുണ്ട് ഒരു ദിവസം ഉണ്ട് ഇങ്ങനെ പൊട്ടിക്കാൻ നോക്കുക, അവൾക്ക് കിട്ടണില്ല. എന്നിട്ട് അത് ബില്ലാക്കി വെച്ച്. അപ്പം അങ്ങനത്തെ ഓരോ പരിപാടിയാണ്. എന്നിട്ട് ചിലപ്പോൾ അത് വേണ്ടിരും കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ കരയൂ അത് വേണമെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് അങ്ങനെ അങ്ങനെ ഉണ്ട്. അങ്ങനെ ഓക്ക് കൈ പിടിക്കാൻ പറ്റണ കൊട്ടയാണ്. മറ്റേത് ട്രോളിയല്ലേ ഉണ്ടാവുക, അതൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഉണ്ട് നടക്കേണ്ടി. പിന്നെ നമ്മൾ നേരെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ വെണ്ട മോളുണ്ട് കുറച്ച് പോകാനുണ്ട് അവിടെ നിന്ന്. അപ്പം നമ്മളങ്ങനെ കാറിൽ അങ്ങനെ പോയി. ഓക്കാണ് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളൊക്കെ. ഇപ്പോൾ ഓളെ മൂത്തതാണെങ്കിലും ചെറിയതാണെങ്കിലും ഒക്കെ പ്രശ്നമില്ല. മറ്റേ നോക്കാം അങ്ങനെ വലിയ താല്പര്യമില്ല, പക്ഷെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ റൂമിലിരിക്കല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാവും. എന്നിട്ട് ഓരായിട്ട് ഭയങ്കര മിങ്കിളായി കുറേ ഇങ്ങനെ കളിച്ച് നടക്കലും അങ്ങനെയൊക്കെ ആയി. നമ്മൾ കുറേ നേരം അവിടെ നിന്നണ് അങ്ങനെ കണ്ടിട്ട്. കാണാൻ നല്ല രസമുണ്ട്. ഞാൻ ആദ്യമായിട്ട് പോവാം അവിടെ കാണാൻ. അവിടെ ഇങ്ങനെ കണ്ടിരിക്കാൻ അവിടെ ഒരു വാട്ടർ ഡാൻസ് ഉണ്ട്. അപ്പം നമ്മളത് കണ്ടിട്ട് പോകാമെന്നുള്ളൊരു മൈൻഡിൽ ഇങ്ങനെ നിൽക്കാം. പിന്നെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ നേരെ കണ്ട് വീട്ടിൽ പോയി. മൊഴികളും